ഹലോ, ഗുഡ് മോർണിംഗ്. വേറെ എങ്ങോട്ടും അല്ല ഈ ഒരുങ്ങി നിൽക്കുന്നത്, ഒരു കല്യാണം ഉണ്ട് ഗൈസ്. വീട്ടിൽ ബാബല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിന്ന് സ്കൂട്ടിയിൽ ഞാനും ഉമ്മയും കൂട്ടിയിട്ടാണ് പോണത്. മഴയായതുകൊണ്ട് തന്നെ മുൻകൂട്ടി റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് തന്നെയാണ് പോണത്. വേറെ ഒന്നും കൊണ്ടല്ല, വണ്ടി സൈഡ് ആക്കിയിട്ട് റെയിൻകോട്ട് ഇടുക കുറച്ച് ടാസ്ക്. പിന്നെ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരാളെയാണ് ഈ വീഡിയോ എടുത്ത് തരുന്നത്. കല്യാണത്തിന് പോയി എല്ലാവരും കണ്ട് ഒന്ന് ഫുഡും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഉള്ളെങ്കിലും എന്താ വരുമ്പോൾ മൂന്നാമത്തെ ഒരാൾ കൂടെ കൂടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കഥയിലെ പുതിയ അവതാരം, നമ്മുടെ തറവാട്ടിലെ ഇളയ സന്തതി. മുത്തത് ഞാനായതുകൊണ്ടും ഇളയത് ഇവനായതുകൊണ്ടും ഇവൻ എന്നെ വലിയ കാര്യം അങ്ങനെയൊക്കെ പറയാം. ആ വണ്ടി ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചു നിൽക്കണം. അങ്ങനെ ഞങ്ങൾ മൂന്നും കൂടി ഞങ്ങളുടെ യാത്ര തുടരാന്നൊക്കെ പറയുമ്പോൾ വേറെ ഇങ്ങോട്ടും അല്ല, പോണ വഴിയിൽ കുറച്ച് സാധനം കൂടി വാങ്ങാണ്ട്. സാധനങ്ങൾ വാങ്ങുക പറഞ്ഞാൽ ഞങ്ങൾക്ക് മിഠായും വേണ്ടല്ലോ. അവനെ വേണ്ടത് വാങ്ങിക്കൊടുത്ത് ഞാനും അവനൊരു സൈഡായി. വീട്ടിലെ ഡാഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ പോരാളിയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നത്. പക്ഷെ പോരാളിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൂടെ ഞാനും വേണം. എന്താ ചെയ്യാ അല്ലെ? മെയിൻ ഞാൻ തന്നെ വേറെ ആരുമല്ല. അങ്ങനെ വീട്ടിലെ ബാക്കി രണ്ടെണ്ണത്തിന് കഴിക്കാനുള്ള സ്നാക്സും വാങ്ങി ഞങ്ങൾ നേരെ പച്ചക്കറി കടയിൽ. പച്ചക്കറി വാങ്ങാൻ ഒറ്റയ്ക്ക് പോയാൽ മതി, പറ്റൂല. അതിനും ആര് വേണം? ഞാൻ തന്നെ വേണം. വല്ല വാഴ വെച്ചാൽ മതി എന്ന് തോന്നുന്നു. വേണ്ട, ഹെൽപ്പ് ചെയ്യാം. പച്ചക്കറി കടയ്ക്ക് ഞങ്ങൾ മൂന്നാളും കൂടി പോയി കുറെ പച്ചക്കറി വാങ്ങി. പിന്നെ ഇവനെ കൊണ്ടുപോയാലുള്ള ഒരു സമാധാനം, എവിടെ നിർത്തിയാലും അതുപോലെ അവിടെ ഒതുങ്ങി നിന്നോളൂ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി ഗായ്സ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും.